ഈ അടുത്ത സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലൂടെ ഞാനൊരു യാത്ര ചെയ്തു. എന്തിനു വേണ്ടി പോയതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ആൾദൈവങ്ങളെ തേടിയുള്ള യാത്ര. ആ കൂട്ടത്തിൽ ഒരു വലിയ സംഭവത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചു. നിങ്ങളെല്ലാവരും കേട്ടാൽ ഞെട്ടിവിറയ്ക്കുന്നൊരു സംഭവമാണ്. വാർത്താ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്നൊരു വാർത്തയാണത്. എന്താണെന്നറിയാമല്ലോ, അതറിയാൻ വേണ്ടി ഈ കക്ഷി ഒന്ന് കാണണമല്ലോ, അയാൾ ജീവിച്ച സ്ഥലം ഒന്ന് കാണണമല്ലോ, അയാൾ താമസിച്ച വീടൊന്ന് കാണണമല്ലോ എന്നൊക്കെ വിചാരിച്ച് കാർവേ ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. അവിടെ അയാളുടെ വീടെല്ലാം കണ്ടു. റാം സഹായ് എന്ന് പറയുന്ന പക്കാ ക്രിമിനലായിട്ടുള്ള നമ്മുടെ സൈനൈഡ് മോഹനെ പോലും തോൽപ്പിച്ച് കളഞ്ഞ ആ വ്യക്തിയുടെ വീടൊക്കെ കണ്ടു. അയാൾ ചെയ്ത പണി എന്താ അറിയാമോ? 1-2 പേരെയല്ല ഇയാൾ കൊന്നു കളഞ്ഞിരിക്കുന്നത്, എന്നിട്ട് 8ഓളം പേരെയാണ് നിർദ്ദയം കൊന്നു കളഞ്ഞിരിക്കുന്നത്. നമ്മുടെ കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക സൈനൈഡ് മോഹനാണ് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഈ സൈനൈഡ് മോഹൻ എന്താ ചെയ്തിരിക്കുന്നത്? സ്ത്രീകളെല്ലാം തെരഞ്ഞു പിടിച്ച് അയാളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം കൊന്നുകളയുകയാണ് അയാളുടെ രീതി. പക്ഷേ ഇവിടെ ഈ റാം സഹായ് ചെയ്തിരിക്കുന്ന കാര്യം എന്താ അറിയാമോ? ആണുങ്ങളെ മാത്രമാണ് തെരഞ്ഞു പിടിച്ചിരിക്കുന്നത്, ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്തായാലും 8 പേരെ കൊന്നു. 9ാമത്തെ ഒരുത്തിനെ കൊല്ലാൻ നേരം അയാളെ കയ്യോടെ പോലീസ് പിടികൂടുകയാണ്. ഇനി അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയായിരിക്കാം ഈ റാം സഹായി ഇത്രയും പേരെ കൊന്നു കളഞ്ഞത്? ഇയാളെ എങ്ങനെയാണ് പോലീസ് പിടിച്ചത് അല്ലേ? ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന ഒരു ഗംഭീര സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാർത്തിക് കുമാർ എന്ന് പറയുന്ന 29കാരൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ കേട്ട് പോലീസ് പോലും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമോ? ഉണ്ടായി. കാരണം ഇവൻ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരും മരിച്ചുപോയി. എന്തോ ഭാഗ്യത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഇവൻ്റെ ജീവിതം സംഭവിച്ചിരിക്കുന്നത്. പോലീസ് എന്നിട്ട് ഈ കാർത്തിക് കുമാറിനോട് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്? അവൻ ആ പേര് പറഞ്ഞു, റാം സഹായ്. എല്ലാവരും ഞെട്ടിപറിച്ചു. ഇവൻ ഇത്രയ്ക്കും ക്രൂരനാണോ ആ റാം സഹായ് എന്നുള്ള ചോദ്യമാണ് പിന്നെ എല്ലാവരുടെ നാവിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? നിന്നോട് ഈ പണി കാണിക്കാൻ കാരണം എന്താണ് എന്നാണ് ഈ കാർത്തിക് കുമാറിനോട് പോലീസ് ചോദിച്ചത്. ഇവൻ ആ കഥ പറയുകയാണ്. എങ്ങനെയാണ് റാം സഹായിയെ പരിചയപ്പെടുന്നത്, അയാൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, താൻ എങ്ങനെയാണ് അയാളുടെ വലയിൽപ്പെട്ട കഥയൊക്കെ ഈ വള്ളി പുള്ളി വിടാതെ ഈ പോലീസിന് പറയുകയാണ് കാർത്തിക് കുമാർ. പോലീസ് ഒരു സിനിമ കാണുന്നു, ക്രൈം ത്രില്ലർ പോലെയുള്ളൊരു സിനിമ കാണുന്ന പോലെയാണ് ഈ കഥ മുഴുവൻ കേട്ടത്. ആദ്യം ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല, പക്ഷേ കേസ് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും ആ ഗംഭീര കഥയാണ് ഇവൻ പോലീസിന് പറഞ്ഞത്. റാം സഹായ് കർവേ ഗ്രാമത്തിലെ പേര് കേട്ട ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് ഈ റാം സഹായ്. അയാളൊരു പലചരക്ക് കച്ചവടം നടത്തുകയാണ്. ആര് ഏത് സമയത്ത് എന്ത് ചോദിച്ചാൽ അയാൾ കൈ അയഞ്ഞ് സഹായിക്കും. ഇപ്പോൾ അരിയില്ല അല്ലെങ്കിൽ മുളകില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും അയാളുടെ കടയിലേക്ക് ചെല്ലുന്നത്. റാം സഹായ് അവരെ ഒന്നും പിണക്കി വിടത്തില്ല, മനസ്സറിയാൻ സഹായിക്കും. പൈസ എങ്കിൽ പൈസ, സാധനമെങ്കിൽ സാധനം, എന്ത് വേണമെങ്കിലും പുള്ളി സഹായിക്കും. അത് മാത്രമല്ല, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ ഈ റാം സഹായ് ഓടി ചെല്ലുകയും ചെയ്യും. അയാൾക്ക് ഭാര്യ, 2 മക്കൾ, അങ്ങനെ സന്തോഷകരമായിട്ടാണ് അയാൾ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ റാം സഹായിയുടെ ഒരു സുഹൃത്ത് പെട്ടെന്ന് മരിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞാൽ 2-3 ദിവസം ആശുപത്രി കിടന്ന് അങ്ങനെ വയ്യാതെ കിടന്ന് അയാൾ മരിക്കുകയാണ്. ഭദ്ര എന്ന് പറയുന്ന ഒരാളാണ് മരിച്ചിരിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മുടെ റാം സഹായി ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പിന്നെ കാര്യങ്ങളത് ഏറ്റെടുത്ത് നടന്നതെല്ലാം ഈ റാം സഹായിയാണ്. വീട്ടുകാർക്കും ആശ്വാസം, നാട്ടുകാർക്കും ആശ്വാസം. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. മരിച്ച ആളെ പറ്റിയൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും. അയാൾ മരിച്ചു അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരാൾ കൂടി മരിക്കുന്നത്. അതും ഈ റാം സഹായിയുടെ അടുത്ത സുഹൃത്താണ്, ഒരു വിനോദ്. കടയിലൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കി വരുന്ന ആളാണ്, കുശലമൊക്കെ പറയുന്ന ആളാണ്. തലേന്നും എല്ലാവരും കണ്ടതാണ്. പെട്ടെന്ന് ഇയാൾക്ക് അസുഖം ബാധിക്കുന്നു, ആശുപത്രി കൊണ്ടിടുന്നു. 2-3 ദിവസം വരെ ആശുപത്രി കിടക്കുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന ഇയാൾ മരണമടയുന്നു. അവിടെയും ഓടിയെത്തുകയാണ് നമ്മുടെ റാം സഹായ്. റാം സഹായ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ടെൻഷനും ഇല്ല. അയാൾ കണ്ടറിഞ്ഞ് ചെയ്യും. 12 മുതൽ ശവം അടക്കുന്ന സമയം വരെ ഇയാൾ കൂടെ കാണും. അതെല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അതിൻ്റെ കാര്യം കഴിഞ്ഞു, വിനോദം പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തവൻ മേത്ര എന്ന് പറയുന്ന വേറൊരുത്തം മരിക്കുന്നു. അതും പെട്ടെന്നുള്ള അസുഖമായിരുന്നു. പെട്ടെന്നാണെന്ന് ഇതൊക്കെ വരുന്നത്. ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് എന്തോ ദേഹം വല്ലാതെ വരുന്നു, പെട്ടെന്ന് വീഴുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, 2 ദിവസം കഴിയുമ്പോൾ മരിക്കുന്നു. അങ്ങനെ കാർവേ ഗ്രാമത്തിൽ 8 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒരു വല്ലാത്ത സംഭവമായിപ്പോയി. കാരണം എല്ലാവർക്കും വല്ലാത്ത വിഷമം. എല്ലാവരും ചെറുപ്പക്കാരുണ്ട്, 10-50 വയസ്സുള്ളവരുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആണുങ്ങളാണ് ഇതെല്ലാം മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തിക് എന്ന് പറയുന്ന 29 വയസ്സുള്ള പയ്യന് പെട്ടെന്നൊരു അസുഖം. അവൻ നിന്ന ഇപ്പിൽ പെടഞ്ഞൊരൊറ്റ വീഴക്കുമായിരുന്നു. അവനെ താങ്ങിയെടുത്തുകൊണ്ട് ബന്ധുക്കളെല്ലാം കൂടി നേരെ ആശുപത്രിയിലേക്ക് ഓടി. അവൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ജീവിക്കുമോ മരിക്കുമോ എന്ന് ഒരു സൂചന പോലുമില്ല. എന്തായാലും അത്ഭുതകരമായിട്ട് 2-ാം ദിവസം അവൻ രക്ഷപ്പെട്ട് വരികയാണ്. അവൻ്റെ ഭാര്യ ചോദിച്ചു, എന്ത് പറ്റിയേട്ടാ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറയുകയാണ്, എനിക്ക് വയ്യ എന്നാലും പറയുകയാണ്, ഞാൻ ആ റാം സഹായിയുടെ വീട്ടിൽ വരെ പോയത് മാത്രം ഓർമ്മയുണ്ട്. വീട്ടിൽ പോയിട്ട് ഭാര്യ ചോദിക്കുവാണ്. അവിടെ പോയിട്ട് അയാൾ
ഈ ഈ കക്ഷി നമ്മുടെ കാർത്തിക് അത്യാവശ്യം മദ്യപാന ശീലമൊക്കെ ഉള്ളതാണ്. മദ്യപിക്കാൻ വേണ്ടി റാം സഹായെ വിളിച്ചു മദ്യപിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് കുഴഞ്ഞു വീണു. അപ്പോഴാണ് നിങ്ങളെല്ലാം കൂടി താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇവിടെ മുതൽ ആ വീട്ടുകാർക്കൊരു സംശയം വരികയാണ്, കാർത്തിക്കിൻ്റെ വീട്ടുകാർ. കാരണം ഈ ഗ്രാമത്തിൽ ഒരുപാട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കർവേ ഗ്രാമത്തിൽ നല്ല കൃഷിക്കാരാണ് താമസിക്കുന്നത്, നല്ല ആരോഗ്യമുള്ളവരാണ്. അവർക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണമൊന്നുമില്ല. പെട്ടെന്ന് അസുഖം വരുന്നത് 2 ദിവസം കൊണ്ട് മരിക്കുന്നു. അങ്ങനെ ഈ വീട്ടുകാർ, അതായത് കാർത്തികിൻ്റെ വീട്ടുകാർ പോലീസിനോട് ഈ സംശയം പറയുകയാണ്. പോലീസ് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മരിച്ചിരിക്കുന്ന 8 വീട്ടുകാർക്കും പരാതി ഒന്നുമില്ല. എല്ലാം സ്വാഭാവിക മരണമാണ്. ശരീരം തളരുന്നു അല്ലെങ്കിൽ ഹൃദയസ്തംഭനം എന്നൊക്കെ പറഞ്ഞാണ് എഴുതള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും പരാതിയില്ല. അങ്ങനെ പോലീസ് ഈ വീട്ടുകാർ, അതായത് കാർത്തികിൻ്റെ വീട്ടുകാരുടെ സംശയം പ്രമാണിച്ച് 1-2 മൃതദേഹങ്ങൾ പൊക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 2 പേരുടെ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ശിക്ഷ എന്താ അറിയാമോ? ഈ 2 പേരുടെ മരണം ഒരേ രീതിയിലാണ്. അകത്ത് ഈ സ്ലോ പോയിസൺ പോലെയുള്ള വിഷം അകത്ത് ചെന്നാണ് 2 പേരും മരണപ്പെട്ടിരിക്കുന്നത്. പിന്നെ അറിയാമല്ലോ, തുടരെ 8 മൃതദേഹങ്ങൾ പൊക്കിയെടുക്കുകയാണ്. 8 മൃതദേഹങ്ങളും ഒരേ രീതിയിലാണ് മരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ മരണകാരണം ഒന്ന് തന്നെയാണ്. കാർത്തികിനോട് ചോദിച്ചു, ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചു. ഈ റാം സഹായിയുടെ കാരണങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ആ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ റാം സഹായി എന്ന് പറയുന്ന കുപ്രസിദ്ധ, ആ നാട്ടിലെ പ്രിയപ്പെട്ടവനായ സാമൂഹ്യ പ്രവർത്തകനായ എല്ലാ മരണത്തിലും ഓടിച്ചാടി നടക്കുന്ന, വീട്ടുകാരെ സഹായിക്കുന്ന, നാട്ടുകാരുടെ പൊന്നമന പുത്രനായ റാം സഹായിയെ പോലീസ് കയ്യോടെ പിടികൂടുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന കഥയാണ് അവന് പറയാനുള്ളത്. ഇവിടെ നമ്മൾ വീണ്ടും ഓർക്കേണ്ടത് ആ സൈനയുടെ മോഹൻ്റെ കഥയാണ്. സൈനയുടെ മോഹൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മമ്മൂക്ക അവതരിപ്പിച്ച കഥ. സ്ത്രീകളെ അയാളുടെ ആവശ്യം കഴിഞ്ഞ ശേഷം കൊല്ലുന്നു. അത് സ്ത്രീകൾ മാത്രമാണ്. പക്ഷേ ഇയാൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആണുങ്ങളെ മാത്രമാണ്. അത് പ്രായമൊന്നുമില്ല കേട്ടോ. ചിലപ്പം 50 വയസ്സുള്ള ഒരാളാവാം, 22 വയസ്സുള്ള പയ്യനാവാം, ആരും ആവാം. പക്ഷേ ഇവൻ എന്തിനാ അത് ചെയ്യുന്നറിയാമോ? കാരണമൊന്നുമില്ല, ചെറിയൊരു കാരണം മതി. ഒരു പ്രത്യേകതരം മനോരോഗിയാണ് ഈ റാം സഹായ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ റാം സഹായിയുടെ കടയിൽ ചെല്ലുമെന്നിരിക്കട്ടെ. കാരണം അത്യാവശ്യം എനിക്ക് കുറേ സാധനം വേണം, അരിയും പലചരക്ക് സാധനം എടുക്കാൻ വേണ്ടി പറയും. ആ സമയത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കടം പറയും അല്ലേ? കടം പറഞ്ഞ് വീട്ടിൽ ചെല്ലും. സ്വാഭാവികമായിട്ട് പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നിരിക്കും. ഇതിവൻ്റെ മനസ്സിൽ ഒരു പ്രതികാരമായിട്ട് വരിക. എൻ്റെ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പൈസ ഒന്നുമില്ലോ എന്നും പറഞ്ഞ് ഇവൻ്റെ മനസ്സിനങ്ങ് അലട്ടുക. ഒരു മനോരോഗി. അങ്ങനെ സൂത്രത്തിൽ ആ കടം തരാം, അവൻ്റെ അവസ്ഥ കൊണ്ടായിരിക്കും പൈസ തിരിച്ചു കൊടുക്കാത്തത്. എന്നിട്ട് ഇവനെ സൂത്രത്തിൽ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അല്ലെങ്കിൽ എന്തായാലും നിന്റെ പൈസ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 2 അടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഈ റാം സഹായി ഭാര്യയും മക്കളൊന്നും ഇല്ല സമയത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ്. മദ്യം കരുതി വെച്ചിട്ടുണ്ടാവും. ഈ മദ്യത്തിൽ ഒരു വിഷവും കലർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഈ പാമ്പിടിഞ്ഞ് അറിയുന്നില്ല. അവൻ ആക്രാന്ത മൂത്ത് വരികയാണ്. അറിയാമല്ലോ, ഇത്രയും ഈ നോർത്ത് ഇന്ത്യ പോലെയുള്ള ഇങ്ങനെയുള്ള കുഗ്രാമങ്ങളിലൊക്കെ മദ്യത്തിന് അടിമയായ ഒരുപാട് ആൾക്കാരുണ്ട്. മദ്യമാണ് ഇവരെയൊക്കെ നശിപ്പിക്കുന്നത്. എന്തായാലും ഈ റാം സഹായിക്ക് അറിയാം, ഇവനെ വരുതിയിൽ നിർത്താൻ മദ്യമാണ് ഏറ്റവും വലിയ ആയുധമെന്ന്. അങ്ങനെ ഈ പാമ്പ് പിടിച്ചവൻ വീട്ടിലേക്ക് വരുന്നു, മദ്യം കുടിക്കുന്നു, സലാമണ്ണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം ആ കണ്ണുകൾ കൊണ്ട് ഇവൻ നോക്കുകയാണ് നമ്മുടെ റാം സഹായി. ഇവിടെ വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിര് കിടക്കുന്നു, കുറച്ച് ദൂരം ചെല്ലുന്നു, അവൻ അസുഖബാധിതരായിട്ട് മാറുകയാണ്. വീട്ടിൽ ചെന്ന് പറയും, എനിക്ക് തീരെ വയ്യടി, എന്തോ എനിക്ക് ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയും. വീട്ടുകാർ ചുമന്നെടുത്തുകൊണ്ട് ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെ 3-4 ദിവസം കൊണ്ട് ഇഞ്ചിഞ്ചായിട്ടാണ് ഈ കക്ഷി മരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും അസുഖം വന്ന് ബാധിച്ചു മരിച്ചു എന്ന് വീട്ടിൽ വിചാരിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ റാം സഹായി ഓരോ ഇരയെയും കൊന്നിരിക്കുന്നത്. ചെറിയ കാരണം മതി. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരുത്തൻ ഭാര്യ ചിലപ്പോൾ നോക്കും, ഈ റാം സഹായിയാണ്, എൻ്റെ ഭാര്യയെ നോക്കി, ഇവനെ ഇനി ജീവിക്കാൻ വിട്ടുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ നോക്കി എന്ന കുറ്റത്തിന് ഇതേപോലെ ചെയ്യും. അല്ലെങ്കിൽ തൻ്റെ കടയിൽ കച്ചവടം നടക്കുന്നില്ല, അവൻ്റെ കണ്ണാണ് കേട്ടോ, അവൻ്റെ കണ്ണ് എൻ്റെ കടയിൽ വരുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് നോക്കാറുണ്ട്, അവനെ ഇനി വെച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും, കൊല്ലും. നിസ്സാര കാരണം മതി ഇവന്. സാധാരണ എന്തെങ്കിലും കാരണമാണല്ലോ, ഇതവന് കാരണമേ വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാർത്തിക് എന്ന് പറയുന്ന 29കാരൻ ഇവൻ്റെ ശത്രുവായിട്ട് മാറും. ഒന്നുമില്ല, ഈ റാം സഹായി കടയടച്ച് അവൻ്റെ ചെറിയ ഈ ഛത്തീസ്ഗഡിലൊക്കെ മറ്റേ വണ്ടി ഉണ്ടല്ലോ, ഈ ചെറിയ സ്കൂട്ടർ പോലുള്ള വണ്ടി, അത് എടുത്തുകൊണ്ട് ചെറിയ വഴിയിലൂടെ വരുമ്പോഴത്തേക്കാണ് ഓപ്പോസിറ്റ് നമ്മുടെ കാർത്തിക് അങ്ങോട്ട് പോകുന്നത്. സൈഡ് കൊടുത്തില്ല. ഇതാണ് കാരണം. സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ ഇവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വൈരാഗ്യം വരികയാണ്. ആരുടെ മനസ്സിലേക്ക്? റാം സഹായിയുടെ. അങ്ങനെ പിറ്റേ ദിവസം തന്ത്രപൂർവ്വം ഈ കാർത്തികിനെ വീട്ടിലേക്ക് വിളിക്കുന്നു, പഴയ പോലെ പെരുമാറുന്നു, മദ്യത്തിൽ മറ്റേ സാധനം കലർത്തുന്നു, ഇവനെ പറഞ്ഞു വിടുന്നു. വീട്ടിലെത്തുന്നു, നമ്മുടെ കാർത്തിക് ഭാര്യയോട് പറയുന്നു, ആശുപത്രിയിൽ നിന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നീട് പോലീസ് ഇടപെടുന്നു. ഇവൻ്റെ ആ വെളിപ്പെടുത്തൽ ഒരു വലിയ സംഭവം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും ഇന്ത്യ ഞെട്ടിത്തെറിച്ച നമ്മുടെ സൈനയുടെ മോഹനെ പോലും കടത്തി വെട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. പോലീസ് എല്ലാ മൃതദേഹങ്ങളും മാന്തി എടുത്ത് പരിശോധിച്ചു കേട്ടോ, എല്ലാത്തിനും സമാന സ്വഭാവമാണ്. ഇവൻ്റെ മനസ്സിലുള്ള ആ ക്രൂരകൃത്യം
പോലീസിനെ പോലും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഒരു കാരണമാണോ? ഒരു മനുഷ്യനെ കൊല്ലാൻ കാരണമൊന്നും വേണ്ട ഒരുത്തിന്. ഈ 8 പേര് 8 കുടുംബത്തിൻ്റെ അത്താണിയാണെന്ന് ഓർത്ത് വേണം. അതൊന്നും ഈ റാം സഹായിയെ അലട്ടിയതേ ഇല്ല. ഇവൻ എങ്ങനെ ഇത് പരീക്ഷിച്ചറിയുമോ? അതാണ് ഏറ്റവും വലിയ വിചിത്രം എന്ന് പറയുന്നത്. ഇവൻ ആദ്യം ഒരു പ്രത്യേകതരം മരുന്ന് ഒരു ഇതുണ്ട്, ഞാൻ പറയുന്നില്ല, എന്തായാലും നാളെ നിങ്ങൾ പരീക്ഷിച്ചാലോ. എന്തായാലും ആ പൊടി ഈ മദ്യത്തിൽ കലർത്തും. ഇത് ആദ്യം കൊടുത്തത് നായ്ക്കാണ്, പട്ടിക്കാണ് കൊടുത്തിരിക്കുന്നത്. പട്ടി മരിച്ചു. അതോടുകൂടി ഇവൻ്റെ മുഖം വികസിച്ച് കൊള്ളാം, ഇത് തന്നെ അടിപൊളി തന്ത്രം എന്ന് വിചാരിച്ചു ആദ്യത്തവനെ കൊന്നു, രണ്ടാമത്തവനെ, അങ്ങനെ 8 പേരോളം കൊന്നു. 9ാമത്തെ കാർത്തികിനെ കൊല്ലാനുള്ള ശ്രമം പാളി. അതോടെ കള്ളി വെളിച്ചത്തായി. പോലീസ് ഇവനെ തട്ടി അകത്താക്കി. എന്തായാലും ഇവനെ പൊക്കിയില്ലായിരുന്നെങ്കിൽ ഇനി ഒരുപാട് പാവങ്ങൾ ഇങ്ങനെ മരണപ്പെട്ടേനെ. കാരണം ഇതൊരു കുഗ്രാമമാണ്. കേസിനും വഴക്കിനും പോകാനൊന്നും ആർക്കും മെനക്കെടാനൊന്നും വയ്യ. അത് പൈസയില്ല, സാമ്പത്തികം ഇല്ലാത്തവരാ. മാത്രവുമല്ല പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നുമില്ലല്ലോ. സ്വാഭാവിക മരണമല്ലേ, ഹൃദയസ്തംഭനം അല്ലെ മറ്റേ രീതിയിൽ അസുഖം ബാധിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഈ കേസിനെ തള്ളിക്കളഞ്ഞതാണ്. അവസാനം കാർത്തിക് എന്ന് പറയുന്ന ഒരുത്തൻ്റെ മൊഴിയോടുകൂടി തന്നെ ഇതിന് ഒരു പരിസമാപ്തി ആയിരിക്കുവാണ്. ഇതാണ് നമ്മൾ പറയുന്നത്, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. നാളെ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഒരാൾക്ക് പോലും പറയാനേ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ നാളെ ആരാണ് ശത്രുവായിട്ട് മാറുന്നത്, മിത്രമായിട്ട് മാറുന്നത് ആരാണെന്ന് നമുക്ക് പ്രവചനാതീതമാണ്. അതുകൊണ്ട് മൃഗങ്ങളെ നമുക്ക് പിന്നെയും വിശ്വസിക്കാം, മനുഷ്യനെ വിശ്വസിക്കാനേ പാടില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ജീവിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.